സ്പെയിനിലെ പൊസാബ്ലാങ്കോ, വില്ലന്യൂവ ഡി കൊർഡാബോ നഗരങ്ങൾക്ക് മധ്യത്തിലുള്ള ലോസ് പെദ്രോക്സ് താഴ്വരയിലാണ് ആ ലേഡി ഓഫ് ദ മൂൺ എന്ന പരിശുദ്ധ മറിയത്തിന്റെ വണക്കത്തിനായി ചാപ്പൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. 15-ാം നൂറ്റാണ്ടിൽ ഒരു ഇടയബാലന് മുന്നിൽ ഓക്കുമരത്തോട് ചേർന്ന് ആ ലേഡി ഓഫ് ദ മൂണിന്റെ ചിത്രം പ്രത്യക്ഷപ്പെട്ടതായും ബാലൻ ആ ചിത്രം എടുക്കാൻ ശ്രമിച്ചപ്പോൾ അത് അപ്രത്യക്ഷമായതായും അവൻ കൈകൾ പിൻവലിച്ചപ്പോൾ വീണ്ടും ചിത്രം പ്രത്യക്ഷമായതുമായാണ് ചരിത്രം പറയുന്നത്. ഇതേ തുടർന്ന് ചിത്രം കാണപ്പെട്ട സ്ഥലത്ത് ഒരു ചാപ്പൽ പണിയുകയും അവിടെ ബ്രദർഹുഡ് ഓഫ് വിർജിൻ ഓഫ് ദ മൂൺ എന്ന ഒരു സമൂഹം രൂപം കൊള്ളുകയുമായിരുന്നു. അപ്പോളോ 11 പേടകം ചന്ദ്രനിൽ വിജയകരമായി നിലയുറപ്പിച്ച പശ്ചാത്തലത്തിൽ അന്നത്തെ ബ്രദർഹുഡ് ഓഫ് വിർജിൻ ഓഫ് ദ മൂൺ സെക്രട്ടറിയായിരുന്ന ഫിലിപ്പ് സാഞ്ചസ് പ്രസ്തുത ചന്ദ്രദൗത്യത്തിൽ പങ്കെടുത്ത നീൽ ആംസ്ട്രോങ്, എഡ്വിൻ ആൽഡ്രിൻ, മൈക്കൽ കോളിൻസ് എന്നിവരെ അനുമോദിച്ചും എല്ലാ ബഹിരാകാശ സഞ്ചാരികളുടെയും മധ്യസ്ഥയെന്ന് ആ ലേഡി ഓഫ് ദ മൂണിനെ വിശേഷിപ്പിച്ചും പ്രസ്തുത മാതൃചിത്രം കൂടെ ചേർത്തും അവർക്ക് ഒരു കത്തയക്കുകയുണ്ടായി. 1969 സെപ്റ്റംബറിൽ തികച്ചും അപ്രതീക്ഷിതമായി ഫിലിപ്പിന് മൂവരുടെയും മറുപടി കത്ത് ലഭിക്കുകയുണ്ടായി. മൂവരുടെയും ഛായാചിത്രങ്ങളും ഒപ്പുകളും പതിപ്പിച്ച കൃതജ്ഞതാ സന്ദേശമായിരുന്നു അതിൽ ഉൾക്കൊള്ളിച്ചിരുന്നത്. കോർബോഡയിൽ ആ ലേഡി ഓഫ് മൂൺ ചിത്രത്തിന് കീഴിൽ ഈ എഴുത്ത് ബഹിരാകാശ യാത്രികരുടെ മധ്യസ്ഥയായി പരിശുദ്ധ മറിയത്തെ അംഗീകരിച്ചുകൊണ്ട് ഇന്നും സൂക്ഷിക്കപ്പെടുന്നു. ചർച്ച് ഡെസ്ക്, ഷെക്കേന ന്യൂസ്.